ഓക്കെ, നമുക്ക് തുടങ്ങാം. കേൾക്കാലോ അല്ലേ? കാണാലോ കേൾക്കാലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷനാണ് മാച്ച് ഇൻഡെക്സ്. നമ്മൾ ഈ വീലുക്കപ്പൊക്കെ പോലെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഓക്കെ, പറഞ്ഞു തുടങ്ങിയിട്ടില്ല. സഫാനെ കാണാണ്ടെന്ന് വിചാരിക്കുന്നു, സ്ക്രീൻ കാണാണ്ടെന്ന് വിചാരിക്കുന്നു. കാണാണ്ടല്ലോ? ഓക്കെ, ഇവിടെ ഞാൻ ശ്രദ്ധിക്കും കേട്ടോ. നെയിം ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണ വർക്കിൻ്റെ ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ, സയൻസ്, തൽക്കാലം ടോട്ടൽ. ഞാനതൊന്ന് സൂം ചെയ്യാം. എല്ലാവരും കാണാണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഇവിടെ ഞാൻ നിന്നുകൊണ്ട് പറയുകയാണ് കുറച്ച് ആൾക്കാരുടെ പേര്. ഇപ്പോൾ അനു, മനു, ഇപ്പോൾ കിരൺ, ലിജി, കീർത്തി, മോഹൻ, ബിബി, സീനത്ത്, കൃപ, ഇപ്പോൾ ജിനി എന്നുള്ള ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഞാനിവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആൻസർ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഞാൻ ഈ ഫോം ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് ടോട്ടൽ കാണാനായിട്ട് അറിയാലോ. എല്ലാം കൂടി സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് നമ്മൾ ഹോമിൻ്റെ ഉള്ളിൽ ഓട്ടോ സം അല്ലെങ്കിൽ ആൾട്ട് F4 അടിച്ചാൽ ആൾട്ട് ഈക്വൽ ടു അടിച്ചാൽ മതി. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. എനിക്ക് ലിജി എന്ന് പറഞ്ഞ ആളുടെ മാത്സിലെ മാർക്ക് എത്രയാണ്? ലിജി എന്നുള്ള ആളുടെ മാത്സിലെ മാർക്ക് എത്രയാണ്? നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ. 14 അല്ലേ? അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കളർ കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഒരാളോട് ചോദിക്കാം. കൃപ എന്നുള്ള ആളുടെ ടോട്ടൽ എത്ര? 104. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത്ര നേരം ഉത്തരം കണ്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം ഇതിൽ ഫസ്റ്റ് ലിജിയുടെ കാര്യം പറയാം. ലിജി എന്നുള്ളത് എവിടെയാണെന്നുള്ളത് നോക്കും. പിന്നെ സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞ മാത്സ് എവിടെയാണെന്നുള്ളത് നോക്കും അല്ലേ? എന്നിട്ട് ലിജിയുടെ നേരെയും മാത്സിൻ്റെ നേരെ ഇങ്ങനെ നോക്കിയിട്ടല്ലേ നിങ്ങൾ 14 ആൻസർ കണ്ടെത്തിയത് അല്ലേ? ആണല്ലോ. ഇപ്പോൾ കൃപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ നോക്കുമ്പോഴും അതേപോലെ ടോട്ടൽ നോക്കുമ്പോൾ കൃപ എവിടെയാണെന്ന് നോക്കും, അതിൻ്റെ നേരെ നോക്കും. ഞാൻ മാഷ് പറഞ്ഞത് ഏതാ? ടോട്ടലാണ് അല്ലേ? അപ്പോൾ ടോട്ടലിൻ്റെ നേരെ നോക്കി രണ്ടിൻ്റെ നേരെ വരുന്നതാണ് ഉത്തരമായിട്ട് പ്രിൻ്റ് ചെയ്യണത് ആണല്ലോ. എന്നാൽ ഇത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെത്തും. മനസ്സിലായ? സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ കണ്ടെത്തി തരണം. അതിനായിട്ടാണ് നമ്മൾ മാച്ച് ഇൻഡെക്സ് എന്നുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കാം. ഈക്വൽ ടു മാച്ച്, MATCH, മാച്ച് ഈക്വൽ ടു മാച്ച്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയാണോ ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ സെല്ലാണ് എന്ത്? അതിൻ്റെ ലുക്കപ്പ് വാല്യൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ലിജിന്ന് അടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സെല്ല് ഏതാണോ ആ സെല്ലാണ് നമ്മളിവിടെ സെലക്ഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? കോമ എന്ത് ചെയ്യണം? നമ്മുടെ ലുക്കപ്പ് അറേ അവിടെ ലിജിന്ന് അടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏതിൽ നിന്നാണോ എടുക്കേണ്ടത്? ഈ കാണുന്ന പർട്ടിക്കുലർ സെല്ലിൽ നിന്നാണ് എടുക്കേണ്ടത് അല്ലേ? ഈ കാണുന്ന കോളത്തിൽ നിന്നല്ലേ ലിജീനെ തിരഞ്ഞെടുക്കേണ്ടത്? അങ്ങനെ സെലക്ഷൻ ചെയ്യുക. അതാണ് ലുക്കപ്പ് അറേ, കോമ. ഇനി എന്ത് ചെയ്യണം? അതിലൂടെ നമ്മളോട് എന്താ പറഞ്ഞത്? കറക്റ്റ് മാച്ച് ആയിരിക്കണം. അതായത് ലിജി തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 0 എന്നുള്ള കമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇനി ഇതേപോലെ തന്നെ ശ്രദ്ധിക്കുക. ഈക്വൽ ടു മാച്ച്, MATCH, മാച്ച്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ പറയണത് എന്തെന്ന്? നമ്മുടെ ലുക്കപ്പ് വാല്യൂ, അതായത് നമ്മൾ സബ്ജക്റ്റ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് ഇവിടെയാണ്. ക്ലിയർ ആണല്ലോ? അതാണ് ലുക്കപ്പ് വാല്യൂ, കോമ, ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് ഏതാണ്? ഈ കാണുന്ന ഭാഗം അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിന്നല്ലേ നമ്മൾ സബ്ജക്റ്റ് അടിച്ചു കൊടുക്കാൻ പോണത്.
അതാണ് ലുക്കപ്പ് അറേ, കോമ 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇപ്പോൾ നോട്ട് അവൈലബിൾ എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഈ ലിജീന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലിജി എന്നുള്ളത് എത്രാമത്തെ റോലാണ് എന്നുള്ളതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യണത്. ഉത്തരം വന്നിട്ടില്ല കേട്ടോ, ഉത്തരത്തിന് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, മനസ്സിലായല്ലോ. ലിജി എന്നുള്ളത് എന്താണ്, എത്രാമത്തെ റോലാണ്, അതായത് ഒന്ന് എണ്ണി നോക്കി നിങ്ങൾ, 1 2 3 4, ശരിയാണല്ലോ. ഈ 4 എന്നുള്ള ആൻസർ മനസ്സിലായില്ല എന്താണെന്നുള്ളത്, 1 2 3 4, ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സബ്ജക്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ മലയാളം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, മലയാളം എന്നുള്ളത് എത്രാമത്തെ കോളത്തിലാണ്, ഫസ്റ്റ് കോളത്തിലാണ് അല്ലേ. അപ്പോൾ ഈ മലയാളത്തിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു, മാത്സ് ആണ് അടിക്കണമെന്നുണ്ടെങ്കിൽ MATH, മാത്സ്. നമ്മൾ അവിടെ കൊടുത്ത ഹെഡിങ് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, 3ാമത്തെ കോളത്തിലേക്ക് വന്നു, ക്ലിയർ ആണല്ലോ. 1 2 3, ക്ലിയർ ആണല്ലോ, 1 2 3. അപ്പോൾ 4ാമത്തെ റോയില് 3ാമത്തെ കോളാണ് ആൻസർ, മനസ്സിലായ. 4ാമത്തെ റോയില് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും, നമ്മൾ ടെൻഷൻ ആവൊന്നും വേണ്ട. 4ാമത്തെ റോയില് 3ാമത്തെ കോളാണ് ആൻസർ. നമ്മുടെ ആൻസർ വരേണ്ടത് ടേബിൾ ഏതാ, ഇത്രയും ഭാഗമല്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്നല്ലേ നമുക്ക് ആൻസർ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഒന്ന് നിങ്ങൾ എണ്ണി നോക്കി 4ാമത്തെ റോ 1 2 3 4, 3ാമത്തെ കോളം 1 2 3. സംഭവം മനസ്സിലായല്ലോ. ഇത് നിങ്ങൾക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ശരിക്കിതിനെ ആൻസർ കണ്ടെത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇത് ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇൻഡെക്സ്, INDEX, ഇൻഡെക്സ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉത്തരം കിട്ടേണ്ട ആ കോളം ഉണ്ടല്ലോ അത് മൊത്തം സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. കോമ ഈ സെല്ല്, കോമ ഈ സെല്ല്. മനസ്സിലായല്ലോ. ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇൻഡെക്സ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഉത്തരം കാണേണ്ട സെല്ല് മൊത്തം സെലക്ഷൻ ചെയ്യുക. കോമ ഈ സെല്ല്, കോമ ഈ സെല്ല്. ക്ലിയർ ആണല്ലോ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ച് നോക്കിയേ, ആൻസർ പ്രിൻ്റ് ചെയ്ത് കണ്ടോ. ഇനി ഇത് ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി, ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി ഈ ഭാഗം. പിന്നെ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. ഇനി നിങ്ങളൊരു പേര് പറഞ്ഞേ, വേറൊരാളുടെ പേര് പറഞ്ഞേ, ഇതിൽ നിന്ന് വേറൊരാളുടെ പേര് പറഞ്ഞേ, ആരെങ്കിലും. സീനത്ത്, ഓക്കെ. അപ്പോൾ ഇവിടെ സീനത്ത് എന്ന് ടൈപ്പ് ചെയ്യാം. സീനത്തിൻ്റെ ഏത് ഇതാ കാണേണ്ടത്, നമുക്ക് സയൻസ് കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ SSCI എന്ന് കൊടുക്കുക. SSCI എന്നല്ലേ നമ്മൾ ഹെഡിങ് കൊടുത്തുള്ളത്. 12 അല്ലേ ആൻസർ, നോക്കി നിങ്ങൾ. അല്ലേ, ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ എളുപ്പമാണ്. ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷൻ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ, പിന്നെയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇനിയിപ്പോൾ ചടപട വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ജിനി എന്ന് പറഞ്ഞു, ജിനിയുടെ ടോട്ടൽ കാണണം. ഓക്കെ, ടോട്ടൽ നമ്മളിപ്പോൾ ഡാറ്റ ഫോം തിരയാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായ. ഇപ്പോൾ വിബിയുടെ സയൻസ് SSCI നോക്കി നോക്കിയേ, 14 അല്ലേ, നോക്കി നോക്കി നിങ്ങളുടെ ആൻസർ. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വർക്കുകളെ മാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഇവിടെ നോക്കി നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 ഡാറ്റ ഉള്ളൂ അല്ലേ. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യണ കമ്പനികളിലൊക്കെ എന്തുണ്ടാവും, ചിലപ്പോൾ ഒരു 5000 അല്ലെങ്കിൽ ഒരു 50,000 ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. നമ്മളിങ്ങനെ പോയി തിരഞ്ഞ് കണ്ടെത്തലൊന്നും അത് പ്രാവർത്തികമല്ല, മനസ്സിലായ. ക്ലിയർ ആണല്ലോ. സംശയമുണ്ടോ, ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ആർക്കെങ്കിലും പറയണോ? അൺമ്യൂട്ട് ചെയ്ത് പറയൂ കേട്ടോ നിങ്ങൾ. എന്താ പറയണമെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ആദ്യം
കാണിക്കാം. ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഈക്വൽ ടു മാച്ച്, MATCH, മാച്ച്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലുക്കപ്പ് വാല്യൂ ഇവിടെ അടിക്കുമ്പോഴല്ലേ വരേണ്ടത്, അതാണ് അവിടെ കാണിക്കേണ്ടത്. കോമ, നമ്മൾ എന്തിൽ നിന്നാണോ മാച്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് അറേ കാണിച്ചു കൊടുക്കുക. കോമ 0. ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു മാച്ച്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ലുക്കപ്പ് വാല്യൂ, കോമ, ഇത് നമ്മൾ കാണുന്നത് ഇവിടുത്തെ കാണുന്ന റോയിൽ നിന്നാണ്, കണ്ട, കോമ 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ 7ഉം 5ഉം എങ്ങനെ വന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സെലക്ഷൻ ചെയ്യുമ്പോഴേ ഈ ലുക്കപ്പിൻ്റെ വാല്യൂ എറർ ചെക്ക് ചെയ്യുമ്പോൾ ഈ മേലത്തെ നെയിമിനെ സെലക്ഷൻ ചെയ്യാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കോളം നമ്പർ തെറ്റും. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഇവിടുന്ന് മൊത്തം അറേ ഡ്രാഗ് ചെയ്തില്ലേ, അപ്പോൾ നമ്മൾ ആൾക്കാരുടെ പേര് മാത്രം ഡ്രാഗ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, സബ്ജക്റ്റ് മാത്രമേ ഡ്രാഗ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ നെയിം അതിൻ്റെ കൂടെ കൂട്ടി ഡ്രാഗ് ചെയ്യാനായിട്ട് പാടില്ല. ക്ലിയർ ആണല്ലോ? സ്റ്റെപ്പ് മനസ്സിലായല്ലോ? ഞാനിത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടെൻഷൻ ആവണ്ട കേട്ടോ. ഈ എക്സൽ ഷീറ്റ് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമുല പ്രിൻ്റ് ചെയ്യും. അതിനാണ് ഞാൻ ഓരോ ക്ലാസ്സിലും എന്ത് ചെയ്യണത്, നിങ്ങൾക്ക് ഈ ഫയൽ, എക്സലിൻ്റെ ഫയൽ മെയിൽ ചെയ്ത് തരുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിന് ഞാൻ നമ്മുടെ ഷീറ്റിന് ഞാൻ മാച്ച് ആൻഡ് ഇൻഡെക്സ് എന്നുള്ള പേര് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം എല്ലാവരും, മാച്ചും ഇൻഡെക്സും പഠിക്കണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. ഒരു ബാങ്കിലൊക്കെ നമ്മളൊരു കണക്ക് എക്സലിൽ എങ്ങനെ, അതായത് നമ്മൾ ലോൺ എടുക്കണ കണക്ക് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ലോൺ എടുക്കണ കണക്കൊക്കെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനൊരു കഥ രൂപത്തിൽ പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തു. ലോൺ എമൗണ്ട് 1,50,000 രൂപയാണ് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. ക്ലിയർ ആണല്ലോ? ബാങ്കിൽ പോയിട്ട് ഞാൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ മാനേജറെ കണ്ട് സംസാരിച്ച് ഏകദേശം ഒക്കെ റെഡി ആയിട്ട് എനിക്ക് 1,50,000 രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്, ലോണ് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതുവരെ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇൻട്രസ്റ്റ് 12% പലിശ അടയ്ക്കണം എന്നുള്ളത് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് 12% പലിശ അടയ്ക്കണം എന്ന് നമ്മളോട് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് 12 മാസം കൊണ്ട് അടയ്ക്കണം. മനസ്സിലായില്ലേ? 12 മന്ത് കൊണ്ട് അടയ്ക്കണം. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻസിൽ ഈ മന്തിനൊന്നും കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലല്ലോ. അപ്പോൾ ഈ മന്ത് എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ കാണുന്ന ഹെഡിങ്ങിൻ്റെ കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ഹരിക്കാനോ ഗുണിക്കാനൊക്കെ വരുമ്പോൾ 12 മന്ത് എന്നുള്ളത് വെച്ചിട്ട് ഹരിക്കാനും ഗുണിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ്ങുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് അറിയാലോ, ഇൻസ്റ്റാൾമെൻറ്റ് എന്താണ്, 12 മാസമാണെന്നുള്ളത് അറിയാം. മന്ത്ലി പെയ്ഡ്, ഈ മന്ത്ലി പെയ്ഡ് അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മാസം എത്ര രൂപ അടയ്ക്കണം എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കാണുക, നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെ കാണുക? ഈക്വൽ ടു എന്താണ്, നമ്മുടെ 1,50,000 ഹരിക്കണം 12. അപ്പോൾ നമുക്ക് മുതൽ കിട്ടൂലോ. മനസ്സിലായ? 1,50,000 12 മാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ മുതലടയ്ക്കണം എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുമല്ലോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബാങ്കിൽ എന്തായാലും മുതലായിട്ട് ഞാൻ 12,500 രൂപ അടയ്ക്കണം. ഇനി അതിൻ്റെ പലിശ വേറെ ഇവിടെ എൻ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സീരിയൽ നമ്പർ, ഇത് ഫോർമുല അല്ല, സീരിയൽ നമ്പർ, ഓപ്പണിംഗ് ബാലൻസ്
ഓപ്പണിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ്, ദെൻ ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് ഇതുവരെ ചെയ്ത സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. അതായത് ശ്രദ്ധിക്കാം, സീരിയൽ നമ്പർ, നമ്മുടെ അടവ്, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ എത്ര രൂപ ബാധ്യത ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ ഇൻട്രസ്റ്റ് വേറെ കാണണം, ഇൻസ്റ്റാൾമെൻറ്റ് വേറെ കാണണം, ക്ലോസിംഗ് ബാലൻസ് കാണണം. ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കൂ, നമ്മൾ എത്ര മാസം കൊണ്ടാണ് അത് അടച്ചു തീർക്കേണ്ടത്? എത്ര മാസം കൊണ്ടാണ്? 12. അപ്പോൾ ഞാൻ 1, 2 ക്ലിക്ക് ചെയ്തിട്ട് ഈ കോർണറിലെ പ്ലസ് അമർത്തി പിടിച്ച ഡിക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? 12 എന്ന് വരെ എണ്ണം വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ് ഓപ്പണിംഗ് ബാലൻസ്? ഓപ്പണിംഗ് ബാലൻസ് ലോൺ എമൗണ്ട് ആണ്. അപ്പോൾ ഈക്വൽ ടു നമ്മുടെ ലോൺ എമൗണ്ടിൻ്റെ സെല്ല്. ക്ലിയർ ആണല്ലോ. ഈക്വൽ ടു അടിച്ചിട്ട് നമ്മുടെ ലോൺ എമൗണ്ടിൻ്റെ സെല്ല് അടിച്ച് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണിംഗ് ബാലൻസ് വന്നു. ക്ലിയർ അല്ലേ? ഇനി ഇൻട്രസ്റ്റ് എത്ര ശതമാനം നമ്മൾ പറഞ്ഞുള്ളത്? എത്ര ശതമാനം? 12%. അപ്പോൾ ഈക്വൽ ടു എന്തിൻ്റെ? 1,50,000 ഇൻറ്റു 12% ഹരിക്കണം 12. കാരണം എന്താ മനസ്സിലായ? അതായത് ഒരു വർഷത്തിൻ്റെ പലിശയാണ് എന്ത്? ഈ 12%. ക്ലിയർ ആണല്ലോ. അപ്പോൾ 1,50,000 12% പലിശ. അത് 12 അടവ് കൊണ്ട് നമുക്ക് അടച്ചാൽ മതി. മനസ്സിലായല്ലോ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? 1,50,000 12% നമ്മുടെ പലിശ. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 മാസം കൊണ്ട് അടച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ D8, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഇൻറ്റു ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ 1,500 രൂപ ആദ്യത്തെ മാസം നമ്മൾ എന്തടയ്ക്കണം? ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഓക്കെ. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ബാങ്കിൽ എത്ര രൂപ കൊണ്ടുപോയി അടയ്ക്കണം? ആരെങ്കിലും ഒന്ന് 14,000 അടയ്ക്കണം. എങ്ങനെ കിട്ടിയത്? ഈക്വൽ ടു 12,500 നമ്മൾ മുതലടയ്ക്കണം പ്ലസ് പലിശ അടയ്ക്കണം. വേണ്ടേ? 12,500 രൂപ നമ്മൾ മുതലിലേക്ക് അടയ്ക്കണം. നമ്മൾ ആദ്യത്തെ മാസത്തെ പലിശ 1,500 എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 14,000 ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ പ്രിൻ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇനി ക്ലോസിംഗ് ബാലൻസ് എന്താ വരിക? ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ക്ലോസിംഗ് ബാലൻസ് എന്താ വരിക? ക്ലോസിംഗ് ബാലൻസ് എന്താ വരിക? ഈക്വൽ ടു എന്താ വരിക? 1,50,000 നമ്മുടെ മുതൽ അല്ലേ? അതിൽ നിന്ന് മൈനസ് എന്ത്? നമ്മുടെ ഒരു അടവ് 12,500 എന്നുള്ളൊരു അടവ്. കാരണം എന്താ വെച്ചാൽ 14,000 കുറയ്ക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ 1,50,000 കൂടെ പലിശ കൂട്ടിയിട്ടുള്ള കണക്കല്ലല്ലോ, അത് നമ്മൾ വേറെ സെപ്പറേറ്റ് അല്ലേ കാണുന്നത്. അപ്പോൾ ഒരിക്കലും ഈ 14,000 കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് നമ്മുടെ ഈ മന്ത്ലി പെയ്ഡ് മൈനസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്തു. ഇനി നിങ്ങളോട് നമ്മൾ 2 ക്ലാസ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾ പറയണം. അടുത്ത ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ഓപ്പണിംഗ് ബാലൻസ് ഏതാ? ആദ്യത്തെ ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ. ഈക്വൽ ടു ഈ സെല്ലിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് വന്നു. അപ്പോൾ രണ്ടാമത്തെ ഓപ്പണിംഗ് ബാലൻസ് അവിടെ ആക്റ്റീവായി. ഓക്കെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ഈ കണക്ക് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻട്രസ്റ്റ് നമ്മൾ ഓരോ പ്രാവശ്യവും ഫോർമുലകൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോൾ എക്സലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോർമുല ചെയ്താൽ ക്ലിക്ക് ചെയ്ത് അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ. ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് തെറ്റും. എന്താ കാരണം? എന്താ ഇവിടെ 132 വന്നത്? തെറ്റാണല്ലോ സംഖ്യ.
അതായത് 1,37,500 12% ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ ഇതല്ല. ക്ലിയർ ആണല്ലോ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഉത്തരം എത്ര വരുന്നത് എന്നുള്ളത്. ഈക്വൽ ടു 1,50,000 ഇൻറ്റു 1,30,000 അല്ലേ, 37,000 ഒരു ഈക്വൽ ടു 1,37,500 ഇൻറ്റു എന്ത് 12% ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആൻസർ 1375 ശരിക്കും വരേണ്ടത്. അതിന് പകരം ഇവിടെ എത്ര വന്നത്? 132. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 132 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ആൻസർ തെറ്റാണ്. എന്താ തെറ്റെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ തെറ്റ് എന്താണെന്നുള്ളത് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇത് തെറ്റ് വന്നതെന്നുള്ളത്? ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫോർമുല ചെയ്തിട്ട് നമ്മൾ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ഷൻ ചെയ്തിട്ടുള്ള സെല്ലുകളും ഓട്ടോമാറ്റിക്കായിട്ട് അടിയിലേക്ക് ഡ്രാഗ് ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? മനസ്സിലായ? ഇവിടെ നോക്കിയൊക്കെ ഇത് ഇൻറ്റു B2 ഡിവൈഡഡ് ബൈ B3. B2 എന്താണ്? ഇൻട്രസ്റ്റും B3 എന്താണ്? ഇൻസ്റ്റാൾമെൻറ്റുമാണ്. ആണല്ലോ? തൊട്ടടിയിലേക്ക് എത്തിയപ്പോൾ എന്തുണ്ടായത്? ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. 1,37,500 അത് ശരിയാണ്. ഇൻറ്റു ഫോർമുല എന്താ എടുക്കുന്നത്? B3 ഡിവൈഡഡ് ബൈ B4 ആണ്. കണ്ടോ? ഇത് ഇങ്ങോട്ട് അടിയിലേക്ക് ഇറക്കിയപ്പോൾ ഒരു സെല്ല് അതും ഇറങ്ങി. മനസ്സിലായ? ഇനി ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് നോക്കി നോക്കിയേ, ഒന്നുമില്ലാത്ത സെല്ലൊക്കെയാണ് അവിടെ ഡ്രാഗ് ചെയ്തൊക്കെ എടുക്കുന്നത്. സംഭവം മനസ്സിലായ? D4 ഇത് കറക്റ്റ്, D14 ഇത് കറക്റ്റാണ്. പക്ഷേ ഈ 12% 12ന് പകരം എടുക്കുന്നത് എന്താ? 2 ബ്ലാങ്ക് സെല്ലുകളാണ് അല്ലേ? അപ്പോൾ നമ്മൾ സെല്ല് കോൺസ്റ്റൻ്റ് ആക്കാനായിട്ടൊരു ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ. സെല്ലുകളെ കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്താ? ഡോളർ. ഓക്കെ. അപ്പോൾ ഇതിനെവിടെ ഡോളർ കൊടുക്കുക? ഈ കാണുന്ന ഇക്വേഷൻസിൽ എവിടെയാണ് നമ്മളിതിന് ഡോളർ കൊടുക്കുക? എവിടെ കൊടുക്കുക? ഓക്കെ. പിന്നെ B2 മാത്രമാണോ കൊടുക്കണം? അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോളറിൻ്റെ സിമ്പൽ നിങ്ങൾ ഷിഫ്റ്റ് 4 അടിച്ചിട്ട് ഓരോന്നിൻ്റെയും ബിയുടെ മുന്നിലും 2യുടെ മുന്നിലൊക്കെ കൊടുക്കുക. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എക്സൽ എന്ത് ചെയ്താൽ മതി? F4 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും ഓട്ടോമാറ്റിക്കായിട്ട് ഡോളർ വരും. ക്ലിയർ ആണല്ലോ? അതിൻ്റെ എവിടെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ബിയുടെ മുന്നിൽ വെച്ചിട്ട് F4 കൊടുത്താലും കുഴപ്പമില്ല, 2ൻ്റെ അവസാനം വെച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? 2 സ്ഥലത്തും നമ്മൾ F4 അടിച്ച് ഡോളർ കൊടുത്തു. ഓക്കെ. ഇനി ഞാനിതിനങ്ങോട്ട് ഡ്രാഗ് ചെയ്തു. ഇത്ര ശരിയായി. അപ്പോൾ ഇതിനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യണം. ഇതിൻ്റെ എവിടെയാണ് നിങ്ങൾ ഡോളർ കൊടുക്കുക? പറയും. ഇതിൻ്റെ എവിടെ ഡോളർ കൊടുക്കുക? ഇതിൻ്റെ എവിടെ ഡോളർ കൊടുക്കുക? B4ൻ്റെ അവിടെ അല്ലേ? അതായത് ഏതാണോ കോൺസ്റ്റൻറ്റ്, ഏതാണോ സ്ഥിരമായിട്ട് എല്ലാ സെല്ലിലും ഉപയോഗിക്കുന്ന ഫോർമുല, ഈ സെല്ല്, ആ സെല്ലിനാണ് നമ്മൾ ഡോളർ കൊടുക്കേണ്ടത്. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലാവണില്ലെങ്കിൽ പറയണം. സാറേ ഒന്നുകൂടി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയും. അത് വിഷയമുള്ള കേസല്ല. ഓക്കെ. ഇതിനെവിടെയാണ് കൊടുക്കുക? ഇതിന് ഏത് സെല്ലിനാണ് കൊടുക്കുക? ഇതിന് ഏത് സെല്ലിനാണ് കൊടുക്കുക നമ്മൾ? B4. ഓക്കെ. B4 ക്ലിയർ ആണല്ലോ? ഇനി ഞാനിതിനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും കാണാതെ പഠിക്കരുത്. എപ്പോഴും നമ്മളൊരു പർട്ടിക്കുലർ ഭാഗത്തു നിന്ന്, അതായത് ഈ ഭാഗത്തു നിന്ന് എടുക്കുന്ന സെല്ലുകളില്ലേ, ഇവിടെ നിന്ന് ഏതൊക്കെ സെല്ലുകൾ എടുത്തിട്ടുണ്ടോ ആ സെല്ലുകൾക്കാണ് ഡോളർ കൊടുക്കേണ്ടി വരിക. നിങ്ങൾ നോക്കി നോക്കിയേ. അങ്ങനെ പഠിക്കാൻ പാടില്ല കേട്ടോ. പഠിക്കാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. കണ്ടോ? ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ആ നോക്കി നോക്കിയേ, വയലറ്റിനും റെഡിനും. കണ്ടോ? ഇവിടെ നോക്കി നോക്കിയേ. ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള കളർ ഏതാ? ബ്ലൂ അല്ലേ? കണ്ടോ? ബ്ലൂ. മനസ്സിലായ? ഇവിടെ നിന്ന് എടുത്ത കളർ ഏതാ? റെഡിന്. കണ്ടോ? ഇത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പഠിക്കരുത്. ഞാനത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്ന ഒരു ഐഡിയയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതായത് ഏത് സെല്ലാണോ നമുക്ക് കോൺസ്റ്റൻറ്റ്,
അതായത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കേണ്ടത്, അതിനാണ് നമ്മൾ ഡോളർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിയേ. ഇവിടെ വലിക്കുമ്പോൾ, ഇവിടെ ഡ്രാഗ് ചെയ്ത് വലിക്കുമ്പോൾ തുടക്കത്തിൽ ഡ്രാഗ് ചെയ്യരുത്. നമ്മൾ രണ്ടാമത് എടുത്ത് വെച്ചിട്ടില്ല, ഈക്വൽ ടു ഈ സെല്ല് എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സെല്ല് മാത്രം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഉത്തരം റെഡി ആയത് കണ്ട നിങ്ങൾ? ഉത്തരം ശരിയായത് കണ്ട? 12 മാസം കൊണ്ട് ക്ലോസിംഗ് ബാലൻസ് 0 വന്നത് കണ്ട നിങ്ങൾ? ഓരോ മാസം അടയ്ക്കേണ്ട മുതലും പലിശയും കൂടി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് കണ്ട? ആദ്യത്തെ മാസം അടയ്ക്കുമ്പോൾ നമ്മൾ ഇത്ര അടയ്ക്കണം, രണ്ടാമത്തെ മാസം ലാസ്റ്റ് മാസം അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ 12,500 റുപ്യ മുതലും അതിൻ്റെ 125 റുപ്യ പലിശ വേണ്ടു. കാരണം നമ്മൾ ബാങ്കിന് അത്രയാണ് ബാധ്യത ഉള്ളൂ. മനസ്സിലായ? ഈ ഭാഗം മനസ്സിലായ? ക്ലിയർ ആണ്? ആ, ഇൻട്രസ്റ്റിൻ്റെ പറയാം. ഈക്വൽ ടു ഓപ്പണിംഗ് ബാലൻസ് ഇൻറ്റു ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് 1,50,000-ൻ്റെ 12% പലിശ. അത് 12 മാസം കൊണ്ട് അടച്ചാൽ മതി. മനസ്സിലായ? ഇനി ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഈ 1,50,000 എന്നുള്ളത് നിങ്ങൾ 3 ലക്ഷം ആക്കി നോക്കി. 3 ലക്ഷത്തിൻ്റെ കണക്കാണ് അവിടെ പ്രിൻ്റ് ചെയ്തുള്ളത്. മനസ്സിലായ? ഇവിടെ ഞാനിതൊരു 6 ലക്ഷം ആക്കി നോക്കി. 6 ലക്ഷത്തിൻ്റെ കണക്കാണ് നമ്മുടെ ടേബിളിൽ പ്രിൻ്റ് ചെയ്യണത്. ഇവിടെ ഞാനൊരു 1,50,000 വീണ്ടും ആക്കുമ്പോൾ ആ 1,50,000-ൻ്റെ കണക്കാണ് അവിടെ പ്രിൻ്റ് ചെയ്യണത്. ഇനി ഞാൻ പറയുകയാണ് എന്തെന്ന്, എനിക്ക് 12 മാസമല്ല അടവ്, 6 മാസമാണ്. ഇവിടെ 6 എന്ന് കൊടുത്തു നോക്കി നിങ്ങൾ, 6ൽ 0 ആവും. സംഭവം മനസ്സിലായ? ഇവിടെ ഞാൻ പറയുകയാണ് എനിക്കൊരു 16 വേണ്ടതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഈ 12ൻ്റെ അവിടെ ക്ലോസിംഗ് ബാലൻസ് 0 ആക്കി നിൽക്കരുത്. 16 വരെ ഡ്രാഗ് ചെയ്താലേ എന്ത് വരുള്ളൂ, നമ്മുടെ ആ കണക്ക് അവിടെ പ്രിൻ്റ് ചെയ്ത് വരുള്ളൂ. മനസ്സിലായല്ലോ? ഈ 16 24 ആണെങ്കിലോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ 16 എന്നുള്ളത് 24 ആയാലേ എന്ത് വരുള്ളൂ, നമ്മുടെ ആൻസർ പ്രിൻ്റ് ചെയ്ത് വരും. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണോ? ഈ വർക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തൊരാരെങ്കിലും ഉണ്ടോ? പ്രവീണിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിയ, ഉഷാര, വിപിൻ. ഓക്കെ, ശരി. ഇനി നിങ്ങളത് അയച്ചു നോക്കിയാൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. കുഴപ്പമുള്ള കേസൊന്നുമല്ല, ടെൻഷനാവൊന്നും വേണ്ട. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ് നമ്മൾ മുന്നോട്ട് പോകും. കാരണം ഈ എക്സൽ ഫയൽ അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓരോ ഫോർമുലയുടെ മുകളിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഫയൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഒരു ലോൺ എമൗണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ പറയുകയാണ് VLOOKUPൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്. നമ്മൾ VLOOKUP പഠിച്ചിട്ടുണ്ട് അല്ലേ? VLOOKUP പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അതായത് ഇപ്പോൾ ഡബിൾ VLOOKUP എന്നൊക്കെ വേണമെങ്കിൽ പേര് കൊടുക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മൾ ഡബിൾ VLOOKUP എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് പുതിയ സെല്ല് കൊടുക്കുന്നു. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒരു VLOOKUPൻ്റെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ അതിൻ്റെ എക്സാമ്പിൾ ഒന്നും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ.